കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പകലിൽ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യോവേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം: തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയതായ ഒരു ചിന്ത പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ വാക്യം നാം വായിക്കുമ്പോൾ പലപ്പോഴും ദൈവ വേലയോടുള്ള ബന്ധത്തിലും ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നാം എപ്രകാരമായിരിക്കണം എന്നൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല സാഹചര്യങ്ങളിൽ പല ദൈവദാസന്മാരിൽ കൂടെയൊക്കെയും നമ്മോട് സംസാരിച്ചിട്ടുള്ളതായ ഒരു തിരുവചനമാണ്. ഇന്നിത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയതായ ഒരു ചിന്ത: ഏത് സാഹചര്യങ്ങളിലും ഒരു ശേഷിപ്പ് ഉണ്ട്. പൂർണ്ണമായി ഇല്ലാതെയാകുന്നതിന് മുൻപ് പല ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകണം. അത് ഏത് വിഷയമായാലും, നമ്മുടെ ആത്മീയ ജീവിതമായിക്കോട്ടെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകളായിക്കോട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ സ്വഭാവ വ്യത്യാസങ്ങളോ രൂപീകരണങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും തകർന്നു പോയി, തീർന്നു പോയി, ഇല്ലാതെയായി പോയി എന്നൊക്കെ തോന്നുമ്പോൾ അതിൻ്റെ നടുവിലും ഒരു ശേഷിപ്പുണ്ട്. പൂർണ്ണമായി തീരുന്നതിന് മുൻപ് ഒരു സമയമുണ്ട്. നമുക്കറിയാം, ഒരു ഭക്ഷണ സാധനങ്ങൾ ഏതെങ്കിലും ഉദാഹരണമായി നാം എടുക്കുകയാണെങ്കിൽ, ഒരാപ്പിൾ ഒരു കടിയിൽ നമുക്കത് ഭക്ഷിച്ച് തീർക്കാൻ കഴിയത്തില്ല. പലവട്ടം നാം അത് കടിച്ച് രുചി അറിഞ്ഞ് ഇറക്കി ആണ് നമ്മളത് ഭക്ഷിച്ച് തീർക്കുന്നത്. ഇൻ ദ സെയിം വേ, ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ ഭൗതിക നന്മകളെ ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യുകയല്ല. നാം തിരിച്ചറിയാൻ കഴിയും, നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എന്തും ആരംഭ നാളുകളേക്കാൾ ഇന്ന് അതിനൊരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൺ ടൈം പ്രോസസ്സിൽ നടന്ന കുറവല്ല, മറിച്ച് ഡേ ബൈ ഡേ പ്രതിദിനം അതിൽ കുറവുകൾ സംഭവിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, നാം അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ആരംഭനാളിൽ തുള്ളൻ ശേഷിപ്പിച്ച ഒരു സമയമുണ്ടായിരുന്നു. നിനക്കുണർന്നിരുന്ന് കരയാൻ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ, പ്രാർത്ഥിക്കുവാൻ തുള്ളൻ ശേഷിപ്പിച്ച ഒരു സമയമുണ്ട്. അവസാന ഭാഗം പച്ചപ്പുഴു തിന്നുന്നതിന് മുൻപ് തുള്ളൻ ചിലത് ശേഷിപ്പിച്ചിരുന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചിരുന്നു, വിട്ടിൽ ശേഷിപ്പിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ഉണർന്നിരുന്ന് കരയാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ, നിരന്തരമായി ഉണ്ടായി ഇരുന്ന മുഴങ്കാലിലിരുന്നുള്ള പ്രാർത്ഥന, കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥന ഇന്നതില്ല എങ്കിൽ, വിശ്വാസ ജീവിതത്തിലേക്ക് കാഴ്ചയോട് വെച്ച് ആരംഭ നാളുകളിൽ ഉണ്ടായിരുന്ന തീഷ്ണതയോ പ്രാർത്ഥനയോ കണ്ണുനീരോ ദൈവനാമത്തിനു വേണ്ടി ചിലവഴിക്കുന്നതോ ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്നതോ ഒന്നും ഇന്നതിൽ ധാരാളമായ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല അതില്ലാതെയായിട്ടുണ്ടെങ്കിൽ, ഈ പകൽ ഇതൊരു ചേതാവനി എന്ന വണ്ണം, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം പറയട്ടെ. തുള്ളൻ ശേഷിപ്പിച്ച ഒരു സമയമുണ്ട്. അത് വെട്ടുക്കിളി തിന്നുന്നതിന് മുൻപേ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുവാൻ തയ്യാറാകാമായിരുന്നു. ഇനി അല്ല, അല്പം കൂടെ മുമ്പോട്ട് പോയി വെട്ടുക്കിളി അത് തിന്നു, എന്നാൽ അതും ശേഷിപ്പിച്ച ഒരു സമയമുണ്ട്. വിട്ടിൽ തിന്നുന്നതിന് മുൻപേ ഉണർന്നിരുന്ന് കരയാൻ, നിലവിളിക്കാൻ, മുഴങ്കാലമടക്കാൻ ഉള്ള സമയമാണ്. സുവിശേഷകരൊക്കെയും ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ പറയുന്ന ഒരു കഥയിപ്രകാരമാണ്, ഒരു മാതാവിൻ്റെ ഏകജാതനായ മകൻ താൻ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി. ചിലതിൽ പിടിക്കപ്പെട്ടു, ചിലതിൽ പിടിക്കപ്പെട്ടില്ല. മോഷണ വസ്തുവുമായി വീട്ടിൽ വരുമ്പോൾ അമ്മ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ചിരിച്ചു തള്ളി അതിനെയൊക്കെ കളയുമായിരുന്നു. എന്നാൽ കാലപ്പഴക്കത്തിങ്കൽ അവൻ വലിയൊരു മോഷ്ടാവായി മാറി. ഭീകരനായൊരു മോഷ്ടാവായി താൻ ജയിലിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ മാതാവ് അവനെ കാണാൻ വന്നപ്പോൾ തൻ്റെ കാതിനെ അടുപ്പിച്ച് പിടിക്കുന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ്
ആ സെല്ലിനോട് അടുപ്പിച്ച് തൻ്റെ കാത് പിടിച്ചപ്പോൾ ഇങ്ങനെയാണ് ആ കാത് താൻ കടിച്ചു മുറിച്ചു. എന്നിട്ട് പറഞ്ഞത്, ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓരോ കൊച്ചു കൊച്ചു മോഷണങ്ങൾ നടത്തി വരുമ്പോൾ അന്നമ്മ ആ വാർത്തകൾ കേട്ട് എന്നെ തിരുത്താൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഈ ജയിലഴികൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് നമ്മൾ കാണേണ്ടി വരികയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയ ചെറിയ പോരായ്മകൾ തമ്മിൽ വരുമ്പോൾ മനുഷ്യനാണ്, തെറ്റ് പറ്റും, പോരായ്മകൾ സംഭവിക്കും, സത്യം. എന്നാൽ അതിൻ്റെ നടുവിൽ മാറിയിരുന്ന് കരയാൻ തയ്യാറായാൽ, തുള്ളൻ ശേഷിപ്പിച്ചതായ സമയത്ത് ചെറിയൊരു പോരായ്മ ജീവിതത്തിൽ സംഭവിച്ച് തുള്ളൻ ശേഷിപ്പിച്ചതായ സമയം, തുള്ളൻ തിന്നു, സത്യം തന്നെയാ, വെട്ടിക്കളി തിന്നു, സത്യം തന്നെയാ, വിട്ടിൽ തിന്നു, സത്യം തന്നെയാ. പക്ഷെ പച്ചപ്പുഴു അവസാന ഭാഗം തിന്നുന്നതിന് മുൻപേ മുഴങ്കാലമടക്കുവാൻ തയ്യാറായാൽ, ഇന്ന് പകൽ ഓർമ്മിപ്പിക്കട്ടെ, ജീവിതം അനുഗ്രഹകരമായി മാറുക തന്നെ ചെയ്യും. അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുമ്പോൾ ഉടയാത്ത ചില കട്ടകൾ ഉടയുവാൻ കാരണമായി തീരുമെന്ന് യോവേൽ പ്രവചനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഏതാണ് അനുഗ്രഹത്തിൻ്റെ മഴ? മറ്റൊന്നുമല്ല, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന അരുമനാഥനായ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യേശു കർത്താവിൻ്റെ ആ വാക്ക് മാത്രം മതി ഏതുടയാത്ത കട്ടകളും ഉടഞ്ഞ്. തിരുവചനം വായിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? മഴ പെയ്യുമ്പോഴാണ് കട്ട ഉടയുകയും വിത്ത് പൊങ്ങി വരികയും ചെയ്തത്. അതിനർത്ഥം വിത്തില്ല എന്നല്ല, വിത്ത് ഇടാതിരുന്നത് കൊണ്ടുമല്ല, കട്ടകൾ മുകളിൽ വന്ന് വിത്തിൻ്റെ വളർച്ചയെ തടയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ ഉപവാസത്തെ, നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ വേദനയെ ദൈവത്തോട് പറയുന്നതിനെ ഒക്കെ തടയുന്ന ചില കട്ടകളെ കണ്ണുനീരാകുന്ന മഴയിൽ കുതിർത്ത് ദൈവിക അനുഗ്രഹത്തിൻ്റെ നൽവരങ്ങൾ പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കാം. ഇപ്പോൾ തുള്ളൻ തിന്നിട്ടേ ഉള്ളൂ. വെട്ടുകിളിയും വിട്ടിലും പച്ചപ്പുഴും ഒക്കെ ബാക്കി നിൽക്കുകയാണ്. അതിനു മുമ്പിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.